ഒരു വലിയ കമ്പനിയാകുമ്പോൾ അവർക്ക് അവരുടേതായ നീക്കങ്ങൾ ഉണ്ടാകും. സമരം പൊളിക്കുന്നതിന് പാവം തൊഴിലാളികളെ 6 വർഷമായി വേതന വ്യവസ്ഥ ഒന്നും പരിഷ്കരിക്കാതെ പറ്റിക്കുകയാണ് എന്നുള്ളത് പൊതുസമൂഹം അറിയട്ടെ. കമ്പനി ഇപ്പോൾ നടത്തുന്ന നീക്കങ്ങൾ എന്തൊക്കെയാണ് സിനോജ്? സുജയ പർവ്വതി, നമ്മൾ സ്വിഗ്ഗി തൊഴിലാളി എന്ന് പറയുന്നു, പക്ഷേ യഥാർത്ഥത്തിൽ ആ കമ്പനി അവരെ തൊഴിലാളി എന്ന് വിളിക്കുന്നില്ല. അതാണ് വസ്തുത. ഇവരെ വിളിക്കുന്നത് വിതരണ പങ്കാളി എന്നാണ്. അത് തന്നെ ആദ്യം മാറ്റണമെന്നാണ് തൊഴിലാളികൾ പറയുന്നത്. കാരണം തൊഴിലാളിയായിട്ട് ആദ്യം അംഗീകരിക്കണം. തുല്യ ജോലിക്ക് തുല്യ വേതനം എന്നാണ് പറയുന്നത്. അതിനിടയിലാണ് ഇവരുടെ സമരം പൊളിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. ഏത് രീതിയിൽ ഇപ്പോൾ ശ്രമം കമ്പനി നടത്തുന്നത്? നമ്മൾ കാലങ്ങളോളായി ഇപ്പോൾ സ്വിഗ്ഗി മാനേജ്മെൻറ്റിൻ്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കും ചൂഷണം ഇതിനായിട്ടുള്ള പോരാട്ടം നമ്മൾ കാലങ്ങളോളായി നടന്നു വരികയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു അനിശ്ചിതകാല ഒരു പണിമുടക്ക് എല്ലാ തൊഴിലാളികളും ഇന്ന് മുതൽ പണിമുടക്കി പ്രതിഷേധിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സമരം പൊളിക്കാനായിട്ട് അവർ പ്രത്യേകമായിട്ട് പല ആളുകൾക്കും വ്യത്യസ്ത സർജുകളാണ് അവർക്ക് കൊടുക്കുന്നത്. സർജ് എന്നാണ് ഒരു എക്സ്ട്രാ ബോണസ്. ഇതിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ 35 രൂപ, വേറൊരാൾക്ക് 55 രൂപ, വേറൊരാൾക്ക് 90 രൂപ, അങ്ങനെ 100 രൂപ വരെ ഈ സമരം പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആ രീതിയിലുള്ള സർജ് എക്സ്ട്രാ ഇവർ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ പുതിയതായിട്ടുള്ള പുതിയ തൊഴിലാളികളെ ഇവർ നിരന്തരം എടുത്തുകൊണ്ടിരിക്കുകയാണ്. ടീഷർട്ടും ബാഗും വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ, ടീഷർട്ടും ബാഗും ഒന്നും വേണ്ട, നിങ്ങൾ ചാക്കിലോ അല്ലെങ്കിൽ വഴി കിടക്കുന്ന എന്തെങ്കിലും കവറിലോ നിങ്ങൾ കൊണ്ടുപോയാൽ മതി എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് ഇവർ മാക്സിമം മറ്റുള്ള ആളുകളെ റിക്രൂട്ട് പിന്നെ ഫ്രീലാൻസ് റിക്രൂട്ടർ വെച്ചിട്ട് ഇവർ ആളെ ഇറക്കിയിട്ട് വിടുകയാണ്. കാരണം ഈ മേഖലയിൽ ജോലി എന്ന് പറഞ്ഞാൽ പരസ്പരം അറിയത്തില്ല എന്നൊരു ഗുണം കമ്പനി മുതലെടുക്കുന്നുണ്ടല്ലോ. കാരണം പുതിയ ആളുകൾ ദിവസവും വരുന്നു. അത് നിങ്ങൾക്കൊരു പ്രശ്നമായിട്ട് തീരുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് പരിചയമില്ലാത്ത ആളുകളാണല്ലോ ഈ മേഖലയിൽ കൂടുതൽ ചെറുപ്പക്കാർ കടന്നു വരുന്നത്. അതെ, തീർച്ചയായിട്ടും. അതായത് നമ്മളെ പഴയ തൊഴിലാളികളെ കാലങ്ങളോളായിട്ട് റെഗുലറായിട്ട് വർക്കുന്ന തൊഴിലാളികളെ അവർ പരിഗണിക്കുന്നില്ല. ഇവർ പുതിയ ആളുകളെ ഇപ്പോൾ അവരെ കൂടുതൽ സർജിട്ടുകൊണ്ട് അവരെ മോട്ടിവേഷൻ ചെയ്യിപ്പിച്ചുകൊണ്ട് ഇറക്കിയിട്ട് അവരെയും ചൂഷണം ചെയ്യാണ് കുറച്ച് കഴിഞ്ഞിട്ട്. എന്നിട്ട് അവർ എല്ലാ രീതിയിലും തൊഴിലാളികളെ ചൂഷണം ചെയ്തുകൊണ്ട് വരികയാണ്. നിങ്ങളിട്ടിരിക്കുന്ന ടീഷർട്ട്, കൊണ്ടുവന്ന ബാഗ്, ഇത് ഉൾപ്പെടെ നിങ്ങൾ പൈസ കൊടുത്ത് വാങ്ങുന്നതല്ലേ? അതെ, തീർച്ചയായിട്ടും. നമ്മളെ എല്ലാ അസറ്റും നമ്മളതാണ്. വാഹനം, ടീഷർട്ട്, ബാഗ്, മൊബൈല്, റീചാർജിന് പൈസ പോലും ഇവർ തരുന്നില്ല. ഒക്കെ നമ്മളെ ഒരു മാസം നമ്മൾ റീചാർജ് ചെയ്തതിന് 350 രൂപ വേണം. ഇതുപോലും അവർ തരുന്നില്ല. ഇവർ ആകെ തരുന്നത് കിലോമീറ്ററിന് 5 രൂപ. പിന്നെ നമ്പർ ഓഫ് ഓർഡേഴ്സിന് ഇത്ര 10 ഓർഡർ എടുത്താൽ എക്സ്ട്രാ ഒരു 100 രൂപ. നിങ്ങൾക്ക് പരാതി പറയാൻ എന്തെങ്കിലും സംവിധാനം ഉണ്ടോ? ഏതെങ്കിലും ഓഫീസ് സെറ്റപ്പ് ഇവർക്കുണ്ടോ? ഇല്ലല്ല, പരാതി പറയാനെന്ന് യാതൊരു സംവിധാനവും ഇല്ല. ഇവിടെ ആകെയുള്ളത് ഒരു 2 ഫ്ലീറ്റ് കോച്ചാണ് നമ്മളെ കോഴിക്കോട് ജില്ല എന്ന് പറയുന്നത്. അവരെ വിളിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് സമയത്ത് നമ്മൾ വിളിച്ചാൽ കിട്ടൂല. അവരെ വാട്സപ്പിൽ മാത്രം കോൺടാക്ട് ചെയ്യണം എന്നാണ് അവർ പറഞ്ഞത്. വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ പോലും അവരെ കിട്ടുന്നില്ല. കാരണം തൊഴിലാളികൾക്ക് അകാരണമായിട്ട് പെനാൽറ്റി ഇടാം. ഇപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ ഒരു സംസാരം പ്രകാരം മാത്രം തൊഴിലാളിയോട് വിശദീകരണം ചോദിക്കാതെ പോലും ചില തൊഴിലാളി പെനാൽറ്റി അടിച്ചേൽപ്പിക്കുക. അപ്പോൾ അത് അറിയിക്കാൻ ഫോൺ ചെയ്യുമ്പോൾ പോലും ഇവർ ഫോൺ എടുക്കാറില്ല. നമ്മൾ നേരിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഇവർ ചെയ്യാറില്ല. സുജയ, ഇവർക്ക് പരാതി പറയാൻ സ്ഥലമില്ല, അതൊരു വസ്തുതയാണ്. ഞാൻ നിൽക്കുന്നത് ഇൻസ്റ്റാമാർട്ട്, അതായത് ഗ്രോസറി ഐറ്റംസ് വിതരണം ചെയ്യുന്ന ഗോഡൌണിന് മുൻപിലാണ്. ഇവിടെ ഉള്ളത് ഒരു സ്വകാര്യ കമ്പനി കരാറെടുത്ത് വിതരണം ചെയ്യുന്നു. ഇവർ ആരെ അടുത്ത് പോയി പരാതി പറയുമെന്നൊരു ചോദ്യമുണ്ട്. കാരണം എല്ലാം ഓൺലൈനായിട്ട് നടക്കുന്നതുകൊണ്ട് ഇവർക്ക് പരാതി പറയാനും സംവിധാനങ്ങളില്ല. നിങ്ങളിപ്പോഴും തൊഴിലാളിയായിട്ട് അംഗീകരിച്ചിട്ടുണ്ടോ ഈ സ്ഥാപനം? ഇല്ലല്ല, തൊഴിലാളിയായിട്ട് നമ്മൾ ഇതുവരെ അവർ അംഗീകരിച്ചിട്ടില്ല. നമ്മളെ ഡെലിവറി പാർട്ട്നേഴ്സ് എന്ന ഓമനപ്പേരിലാണ് അവരെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഡെലിവറി പാർട്ട്നേഴ്സ് ഓമനപ്പേരിൽ വിളിച്ചിട്ട് നമുക്കതിൻ്റെ പാർട്ട്നേഴ്സിൻ്റെ ഒരു ചെറിയ പങ്കെങ്കിലും നമുക്ക് കിട്ടണ്ടേ, അതുപോലെ അവർ തരാതെ നമ്മളെ തൊഴിലാളികളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ രീതിയിലും. ഇപ്പോൾ മുമ്പ് കുറച്ച് മുന്നേ അത്യാവശ്യമില്ലാത്ത തിരക്കില്ലാത്തൊരു എമൗണ്ട് നമുക്ക് കിട്ടിയിരുന്നു. അത് യാതൊരു നമുക്കാർക്കും ഒരു പ്രശ്നവും ഇല്ലല്ലോ. ഇപ്പോൾ നിലവിൽ ഇവർ കൊണ്ടുവന്ന സമ്പ്രദായം എന്ന് വെച്ചാൽ മൊത്തത്തിൽ ആ വീക്ക്ലി ഇൻസെൻറ്റീവും അതുപോലെ തന്നെ ഡെയിലി ഇൻസെൻറ്റീവും അതുപോലെ നമ്മൾ റെസ്റ്റോറൻറ്റിൽ എത്തിക്കഴിഞ്ഞാൽ ഫുഡ് എടുക്കാൻ എത്തിക്കഴിഞ്ഞാൽ വെയിറ്റിങ്ങിന് ഓരോരോ മിനിറ്റിനും 1 രൂപ വെച്ചിട്ട് നമുക്ക് തരലുണ്ടായിട്ട് അതും എടുത്ത് ഒഴിവാക്കി. അതായത് സ്ഥിരം ഒരു ജോലിയായിട്ട് ചെയ്യാൻ കഴിയുന്നില്ല, പകരം ഒരു പാർട്ട് ടൈം അല്ലെങ്കിൽ ഒരു പോക്കറ്റ് മണിക്കൊക്കെ ഈ പഠിക്കുന്ന പിള്ളേർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയായിട്ട് മാറിയോ? അതെ, ഇപ്പം അതേ രീതിയിലാണ് മാറിയിട്ട്. കാരണം ഇത് റെഗുലറായിട്ട് ഇതിനോട് കുടുംബം പോറ്റുന്ന ഒരുപാട് റെഗുലറായിട്ട് 100-ൽ പരം തൊഴിലാളികൾ റെഗുലറായിട്ട് ഓടുന്ന ആളുകളുണ്ട് ഉപജീവന മാർഗമായിട്ട്. അവരുടെ മെയിൻ വരുമാനം ഈ ഒരു ഇതിനെ ആശ്രയിച്ചിട്ടാണ് അവർ ജീവിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് വെച്ചാൽ ഈ ഒരു 500 രൂപ പോലും ബാക്കിയാവുന്നില്ല എന്നുള്ളത്. നിങ്ങളുടെ സമരം കാരണം പല ഹോട്ടലിൽ നിന്നാണ് ഫുഡ് കൊണ്ടുവന്നത്, അവിടെയൊക്കെ തന്നെ ഡെലിവറി നടക്കുന്നുണ്ട്, നിങ്ങളുടെ സമരം തകർത്തുണ്ട്. അതിനെങ്ങനെയാണ് നിങ്ങൾ നേരിടുന്നത്? അതായത് ഇപ്പോൾ നമ്മൾ എല്ലാ ഹോട്ടലുകളിലും കഴിയുന്ന നമ്മൾ ഇപ്പോൾ ഉള്ള ഈ ഒരു സ്ട്രെങ്ത് വെച്ചിട്ട് മാക്സിമം എല്ലാ റെസ്റ്റോറൻറ്റുകളിലും തൊഴിലാളികളോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഓർഡർ എടുക്കാതെ നിങ്ങൾ പ്രതിഷേധിക്കണം പൂർണ്ണമായിട്ടും.
അപ്പോൾ ചില ആളുകൾ സമരം തകർക്കാൻ വേണ്ടിയിട്ട്, അതായത് കമ്പനിയുടെ FM ഫ്ലീറ്റ് നിയോഗിച്ച ആളുകൾ ഈ സമരം തകർക്കാൻ വേണ്ടിയിട്ട് ചില ആളുകളെ ഉപയോഗിക്കുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ പ്രത്യേകം സർജി കൊടുത്തിട്ട് അവരെ ഉപയോഗിക്കുന്നുണ്ട്. അവർ അത്തരത്തിൽ ഓർഡർ എടുക്കുന്നുണ്ട് എന്നാണ് കേട്ടത്. അതും നമ്മൾ പൂർണ്ണമായിട്ട് തന്നെ തടയാനുള്ളൊരു സംവിധാനം നമ്മൾ ചെയ്തുകൊണ്ട് വരികയാണ്. ഈ സമരം അറിഞ്ഞിട്ട് പുതിയ കുട്ടികൾ ഇതിനകത്തേക്ക് വരുന്നുണ്ടോ? കാരണം ചെറിയ പോക്കറ്റ് മണി കിട്ടുമെന്ന് കരുതി വരുന്ന ആളുകളുണ്ടാവില്ലേ, പഠിക്കുന്ന കുട്ടികളൊക്കെ? അതെ, തീർച്ചയായിട്ടും പുതിയ ആളുകൾ ഇതിലേക്ക് വരുന്നുണ്ട്. കാരണം അവർക്കൊരു പോക്കറ്റ് മണി, ഇവിടെ കോഴിക്കോട് തന്നെ പല ഇൻസ്റ്റിറ്റ്യൂഷനിലും പഠിക്കുന്ന പിള്ളേർ രാത്രി കാലങ്ങളിലും അതുപോലെ തന്നെ പകലായിട്ട് ഇതിൽ ഇറങ്ങി ഓടുന്നുണ്ട്. ഇപ്പോൾ ദിനം പ്രതി ആക്സിഡൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ പോലും അറിയുന്നില്ല. നമ്മൾ കുറച്ചൊരു യൂണിയൻ, കുറച്ചൊരു സ്ട്രെങ്ത് ഇവിടെ ഉണ്ട്, ഒരു കൂട്ടായ്മ, ഒരു ഗ്രൂപ്പ്, അതിലുള്ളത് മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ. അതിന് പുറത്ത് കുറേ പേരുണ്ടാവും ടൗണിലിവിടെ റെഗുലർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഏകദേശം ഒരു 300-ൽ കൂടുതൽ ഓക്കെ സിനോജ്, ഇപ്പോൾ തൊഴിലാളികളുടെ സമരം നടക്കുകയാണ് തിരുവനന്തപുരത്ത്. ഞാൻ അതിലേക്കൊന്ന് പോകുന്നു സിനോജ്.